ഗൈസ്, സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്ത് നമുക്ക് ലീഗലായിട്ടും ഇല്ലീഗലായിട്ടൊക്കെ വരാനായിട്ട് സാധിക്കും. ഇല്ലീഗലായിട്ട് നമുക്ക് നേരിട്ട് വരാൻ സാധിക്കില്ലെങ്കിലും ലീഗലായിട്ട് വന്നിട്ട് പിന്നീട് നമ്മുടെ വിസ തീരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇല്ലീഗലായിട്ട് മാറും. ഇല്ലീഗലായിട്ട് അങ്ങനെ മാറുകയാണെങ്കിൽ തന്നെയും നമുക്ക് ഇവിടെ സ്പെയിനിൽ നിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ. അതെങ്ങനെയാണ് നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പോകെ പോകെ മനസ്സിലാകും. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി കാണണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾ സ്പെയിനിൽ വിസിറ്റിംഗ് വിസയ്ക്കോ സ്റ്റഡി വിസയ്ക്കോ ഏത് തരത്തിലുള്ള വിസയ്ക്കോ വന്നാലും നിങ്ങളുടെ വിസ തീരുന്ന ആ ഒരു കാലാവധിയിൽ ലീഗൽ അല്ലാതെ ഇല്ലീഗലായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കാലം സ്പെയിനിൽ നിൽക്കാനായിട്ടുള്ളൊരു ഫണ്ട് ആവശ്യമാണ്. കാരണം ഇവിടെ താമസത്തിന് ഭക്ഷണത്തിന് ഒക്കെ നമുക്ക് ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ഫണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ സ്പെയിനിലേക്ക് ഇല്ലീഗലായിട്ട് വരാനായിട്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ പോലീസ് പിടിക്കില്ല. നിങ്ങൾ എന്തെങ്കിലും ക്രിമിനൽ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളെ പോലീസ് പിടിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ പോലീസ് പിടിക്കും എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് വേണ്ടേ വേണ്ട. ഞാൻ വന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ ലീഗലായിട്ട് വന്നിട്ട് ഇല്ലീഗലായിട്ട് മാറിയിട്ടുണ്ട്. അവർക്കൊക്കെ എന്താ പറയുക, ജോലി കിട്ടാനൊക്കെ ഭയങ്കര സ്ട്രഗിളായിരുന്നു. ഇല്ലീഗലായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ക്രൂഷ്യൽ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടാനില്ല എന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡൊമസ്റ്റിക്കായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു ഗ്രാൻഡ് പാരൻസിനെ നോക്കാനായിട്ടൊക്കെ നമുക്ക് കയറാനായിട്ട് പറ്റും. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത സമയത്ത് അവരെന്ത് ചെയ്യും? അതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിലാണെങ്കിലും അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിലും ഒന്നും അവർക്ക് ജോലി കിട്ടില്ല. അങ്ങനെ ജോലി കിട്ടാതെ ആയി കഴിയുമ്പോൾ ഒരുപാട് പൈസയ്ക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ടൂറിസത്തെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യമാണ്. ഇവിടെ റെസ്റ്റോറൻറ്റ് ഫീൽഡിലേക്കും കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫീൽഡുകളിലേക്ക് ആളുകൾ ആവശ്യമാണ്. പക്ഷേ ഇല്ലീഗലായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആളുകളെ കൊണ്ടും നമുക്കൊരു പ്രയോജനം ഇല്ലാതെ വരും. അതായത് നമ്മൾ ലീഗലായിട്ടല്ല ഇല്ലീഗലായിട്ട് തന്നെയാണ് വരുന്നത്. പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ നമുക്ക് ആരെങ്കിലും ജോലി തരികയാണെങ്കിൽ പോലും ക്വിക്കായിട്ടുള്ള ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ നിയെ കാണിക്കാൻ പറയും. അതായത് ഇവിടുത്തെ കാർഡ് കാണിക്കാൻ പറയും. ഇവിടുത്തെ കാർഡില്ല, പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ അപ്പോൾ നമ്മൾ ഇല്ലീഗലാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാകും. അപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇല്ലീഗലായിട്ട് ഇവിടെ ജോലി ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ റെസ്റ്റോറൻറ്റ് ഫീൽഡിലാണോ ആരാണോ നമുക്ക് ജോലി തന്നിരിക്കുന്നത് അവർക്ക് മുൾത്ത വരും. മുൾത്താന്ന് വെച്ചാൽ സ്പാനിഷ് ലാംഗ്വേജിൽ ഫൈൻ വരും. ഫൈൻ എന്ന് പറയുമ്പോൾ 3000 അല്ലെങ്കിൽ 2000 30,000 ഒക്കെ ബില്ല് വരുന്ന സമയത്ത് നമ്മൾ ആകെ അന്തിച്ചു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള സ്പാനിഷ് ലോ ഉള്ളത് കൊണ്ട് തന്നെ ഇല്ലീഗൽസിനെ ഒന്നും ഒരു റെസ്റ്റോറൻറ്റിലും ഒരു സ്ഥലത്തേക്കും ആരും എടുക്കത്തില്ല. ആകെ ഇല്ലീഗൽസിനെ എടുക്കുന്നത് ഇതുപോലെയുള്ള ഡൊമസ്റ്റിക്കായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന അപ്പാപ്പനെ നോക്കുന്ന അല്ലെങ്കിൽ അമ്മാമേനെ നോക്കുന്ന ഇസ്രായേലിൽ ജോലി ചെയ്യുന്നില്ലേ, അതേപോലെയുള്ള സെക്ടറിലേക്ക് മാത്രമാണ് ആളുകൾ എടുക്കുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ വീടിൻ്റെ ഉള്ളിലൊന്നും ആരും ഇൻസ്പെക്ഷന് വരുത്തുമില്ല. അതുപോലെ തന്നെ നമുക്ക് യാതൊരു പ്രശ്നമില്ലാതെ ജോലി ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ ഓരോ മാസം കൂടുമ്പോൾ നമുക്ക് പൈസ കിട്ടുകയും ചെയ്യും. ചൈന ഇവിടെ വന്നിട്ട് 2 വർഷം ഏറെയായി. അപ്പോൾ നമുക്ക് ഇവിടെ സ്പെയിനിൽ വന്നിട്ട് ഇല്ലീഗൽസ് അനുഭവിക്കുന്ന സ്ട്രഗിൾസും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചൈന മനസ്സിലായ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള പണി പാടാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും വഴി ഇവിടെ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നവരും പരിചയപ്പെടുന്നവരും എല്ലാവരും ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ജോലി ആണുങ്ങളാണ് വന്നെങ്കിൽ അപ്പാപ്പന്മാരെ നോക്കാൻ പറഞ്ഞ് അപ്പാപ്പനെ നോക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ. അപ്പം അങ്ങനെ കിട്ടി അങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കുറേ നാൾ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം ഇപ്പോഴുള്ളവർക്കൊക്കെ പെട്ടെന്നാവുണ്ടെന്ന് പറയുന്നുണ്ട്. 6 മാസത്തിനൊക്കെ ആകുമ്പോഴേക്കും ആവുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം അതിപ്പം എടുത്ത് മാറ്റാൻ എത്രയും പെട്ടെന്ന് ഇപ്പം നമ്മൾ ചിലപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ എടുത്ത് മാറ്റിയാലും അത് മതി. എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റും. അതുകൊണ്ട് അത് പറയണില്ല. പക്ഷേ 2 കൊല്ലം 3 കൊല്ലം ഇവിടെ ഇല്ലീഗലായിട്ട് നിൽക്കാനുള്ള സാമ്പത്തികം കൊണ്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ചിലവ് നമുക്ക് വാടകയ്ക്കുള്ള കാശ് പിന്നെ ഭക്ഷണത്തിനുള്ള കാശ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ
3 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പേപ്പർ വെച്ചിട്ട് ലീഗലായിട്ട് പിന്നെ ശമ്പളം കിട്ടി തുടങ്ങും. ഓക്കെ. അപ്പം പടുകടി കിടക്കുന്നവർക്ക് രക്ഷപ്പെടാതെ മതിയല്ലോ. എന്നാൽ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ വേണം താനും. പക്ഷെ ഇല്ലീഗലായിട്ട് വരുന്നവർക്ക് മാത്രമാണ് കേട്ടോ ഈ ഒരു കാര്യം പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്നതാണ് ഒരുപാട് ആളുകൾ ഇല്ലീഗലായിട്ട് വന്നിട്ട് ഇതുപോലെ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർക്കെങ്കിലും ജോലി തരാം എന്ന് പറഞ്ഞിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ചില റെസ്റ്റോറൻറ്റുകാർ നമുക്ക് മണിക്കൂറിന് 10, 12, 13 യൂറോ വെച്ച് കിട്ടുമ്പോൾ 4 യൂറോ ഒക്കെ തരും. അപ്പോൾ നമ്മളെ കൊണ്ട് 12 മണിക്കൂറിനധികം പണിയിടിപ്പിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രഗിളായിട്ട് വരും. അതും വേറൊരു കാര്യമാണ്. പിന്നെ സ്പെയിനിലേക്ക് എങ്ങനെയെങ്കിലും വന്നാൽ മതി, ഇല്ലീഗലായിട്ടാണെങ്കിലോ ലീഗലായിട്ടാണെങ്കിലോ വന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ചെലവ് കാശ് നടന്നു കിട്ടുക എന്നുള്ളത് തന്നെ വലിയ കാര്യം തന്നെയാണ്. പിന്നെ 2-3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലീഗലായിട്ടുള്ളവർക്ക് ലീഗൽ ആവാനായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ബെനിഫിറ്റും സ്പാനിഷ് ഗവൺമെൻറ് തരുന്നുണ്ട്. പോളണ്ടിലൊക്കെ ഇല്ലീഗലായിട്ട് വന്നാൽ പോലും അവിടെ അഗ്രികൾച്ചർ എന്ന് പറയുന്നൊരു വിഭാഗത്തിൽ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കോൺട്രാക്റ്റ് ചെയ്തു തരും. അപ്പോൾ അങ്ങനെ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ പൈസ അടച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ജോലി കിട്ടും, പിന്നെ ലീഗലാവാനായിട്ട് സാധിക്കും. പക്ഷെ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ സ്ട്രഗിൾ ചെയ്ത് 2 വർഷം നിൽക്കേണ്ടതായിട്ട് വരും. ഞാൻ 2ഉം 3ഉം വ്യത്യാസപ്പെടുത്തി പറഞ്ഞതിൻ്റെ കാരണം ആദ്യമേ 3 വർഷമായിരുന്നു, പിന്നീട് ഇപ്പോൾ അത് 2 വർഷമാക്കി മാറ്റിയതാണ്. ഇപ്പോൾ സ്പാനിഷ് ഗവൺമെൻറ് എല്ലാവർക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 വർഷ കാലാവധി പെട്ടെന്ന് തന്നെ കഴിയും. കാരണം സ്പെയിനിലെ ലോ പെട്ടെന്ന് മാറ്റും. സ്പെയിനിലല്ല, നിങ്ങൾക്കറിയാലോ, യൂറോപ്പിലെ ലോ പെട്ടെന്ന് മാറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അറിവനുസരിച്ച് 2 വർഷ കാലാവധിയിൽ ഇവിടെ ഇല്ലീഗലായിട്ട് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ വന്നിട്ട് ഇവിടെ ഇല്ലീഗൽസ് അനുഭവിക്കുന്ന ഒരുപാട് ദുരിതങ്ങൾ കണ്ടിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ എന്താണ് ചാന് പറയാനുള്ളതായിട്ടുള്ള ഒരു കാര്യം? ഇല്ലീഗൽസ് വന്നു കഴിഞ്ഞാൽ ദുരിതം എന്ന് പറയുന്നത് ജോലി കിട്ടാനുള്ള കുറച്ച് കഷ്ടപ്പാട്, 2 കൊല്ലത്തോളൊക്കെ ജോലി കിട്ടാണ്ട് ജോലി ഇല്ലാണ്ട് ബുദ്ധിമുട്ടി ഒക്കെ ഇരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ മെയിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അത് കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാട്ടുകാരിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ പേപ്പറും ഇല്ലീഗലായിട്ട് നിൽക്കുന്നവർ നമ്മളെ പഴയ രീതിയിലും പറഞ്ഞു തെറ്റിക്കാനും വഴി തെറ്റിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം നിയമം, ഭാഷ പഠിക്കുക എന്നുള്ളത് ഇല്ലീഗലായിട്ട് വരുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം ഭാഷ പഠിക്കുക. ഭാഷ പഠിച്ചാലേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ, ജോലി കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഫ്രീ കോഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇച്ചന് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത്. ഇവിടെ 10ഉം 20ഉം വർഷമായിട്ട് വരുന്ന ആളുകള് നമുക്ക് ഭാഷ അറിയാൻ പാടില്ലാതെ നമ്മൾ സ്പെയിനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ് ഒരുപാട് പറ്റിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് മലയാളികളുടെ കാര്യം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാഷ അറിയാൻ പാടില്ല, നമുക്ക് എവിടെയാണ് ജോലി കിട്ടേണ്ടതെന്ന് അറിയാൻ പാടില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇവിടെ മലയാളികൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഒരു മലയാളികളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ സ്പെയിനിൽ ലീഗലായിട്ടോ ഇല്ലീഗലായിട്ടോ എങ്ങനെ വേണമെങ്കിലും വന്നോട്ടെ, അത് സ്പെയിനിൽ നിന്നല്ല യൂറോപ്പിലെ ഏത് രാജ്യത്ത് വന്നാലും നമ്മൾ ആരും ഹെൽപ്പ് ചെയ്യില്ല. നമ്മൾ തന്നെ വേണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ആദ്യം തന്നെ ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭാഷയാണ്. ഭാഷ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പടുകുഴിയിൽ ഈ പറയുന്ന മലയാളികൾ നമ്മളെടുത്തിട്ട് അലക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ അവർക്ക് 17 വർഷമാകുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് ഭാഷ അറിയാമെന്ന്, പക്ഷെ അവർക്കും ഭാഷയൊന്നും അറിയില്ല. പക്ഷെ പടുകുഴിയിൽ വീഴിക്കാൻ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് നമുക്ക് ഇല്ലീഗൽസിന് അവിടെ യാത്ര ചെയ്യാൻ പാടില്ല. ഞാൻ അത്യാവശ്യം സ്പെയിനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇല്ലീഗലായിട്ടാണ് ഇവിടെ നിന്നത്. അപ്പോൾ അത്രയും സ്ട്രഗിൾ അനുഭവിച്ച് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു ഇവിടെ യാത്ര ചെയ്യാനായിട്ട് പാടില്ല, പോലീസ് നമ്മളെ പിടിക്കും, അതിന് സ്പെയിൻ്റെ ലോക്ക് എതിരാണ്, എങ്ങാനും പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തീരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഇല്ല. സ്പെയിൻ എന്ന് പറഞ്ഞ കൺട്രിയിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം.
പിന്നെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ഉപയോഗിക്കാണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നിടത്ത് നമുക്ക് യാത്ര ചെയ്യാം. അതായത് ഇപ്പൊ സ്പെയിനിന്റെ കുറച്ചും കൂടി പുറത്ത് നിൽക്കുന്ന ഒരു ഇതാണ് ഫോർത്ത വിന്തൂര എന്ന് പറഞ്ഞ സ്ഥലം. ആ സ്ഥലത്ത് നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് വേണം പോകാനായിട്ട്. അപ്പൊ നമ്മൾ ഇല്ലീഗൽ ആയിരിക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് എടുത്ത് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ പ്രൊവിനൻസുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ബസ്സോ ട്രെയിനോ ഒക്കെ പിടിച്ച് നമുക്ക് പോവാം. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പെയിനിലാണെങ്കിലും എവിടെയാണെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലാംഗ്വേജ് നന്നായിട്ട് പഠിക്കുക. ഇല്ലീഗലായിട്ട് നിന്നാലും കുഴപ്പമില്ല, ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലും നമ്മളെ ആർക്കും തെറ്റിക്കാനായിട്ട് പറ്റില്ല. പിന്നെ ലാംഗ്വേജ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കൂട്ടുകൂടേണ്ടത് മലയാളികളോടല്ല, ഏറ്റവും കൂടുതൽ കൂട്ടുകൂടേണ്ടത് ഇവിടുത്തെ ആൾക്കാരോടാണ്. അതായത് സ്പെയിനിൽ ജീവിക്കുമ്പോൾ നമ്മൾ സ്പാനിഷുകാരോട് തന്നെ കൂട്ടുകൂടണം, അവരായിട്ട് സൗഹൃദം പുലർത്തണം. അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്താ പറയുക, ഫങ്ഷൻസ് ഉണ്ടാകും, സെലിബ്രേഷൻസ് ഉണ്ടാകും, അതിനൊക്കെ പോകണം. അവിടുത്തെ കൾച്ചർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഒരു രാജ്യത്തെക്കുറിച്ചുള്ളൊരു അവലോകനം കിട്ടുകയുള്ളൂ അല്ലേ? പിന്നെ ഇല്ലീഗലായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവനവൻ്റെ കയ്യിലിരിപ്പിനനുസരിച്ചിരിക്കും. അവനവൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അതിന് ഉദാഹരണമാണ് ഞാൻ വന്ന സമയത്ത് തന്നെ ഇവിടെ സ്പെയിനിൽ നിന്ന് ഒരുപാട് ആളുകൾ നാട്ടിലേക്ക് പോയി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്. എനിക്കാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു 2-3 മാസം ജോലി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജോലിയുടെ ശമ്പളം വെച്ചിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള 8 മാസം ചെലവ് കഴിക്കാൻ, അതേപോലെയുള്ള സംഭവങ്ങൾ കഴിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സ്പെയിനിലപ്പോൾ ഇത്രയും ചെലവ് കുറവാണെന്ന്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാരിത്താസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ വീട്ടിൽ ചെന്ന് വേവിച്ച് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ കഴിച്ചാൽ മതി. അപ്പോൾ ഫുഡിന്റെ ചെലവൊക്കെ നമുക്ക് കഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാനിവിടെ സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചത്. അതായത് സ്ട്രഗിൾ എന്നൊന്നും പറയാൻ പറ്റില്ല, ഓവർ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ജീവിച്ചത്. അപ്പോൾ അങ്ങനെ ജീവിച്ചിട്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻറ്റോടുകൂടി പറയണത്, ഇല്ലീഗലായിട്ട് വന്നാലും നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റും, യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമോ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. പക്ഷേ നമുക്ക് വൺസ് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നാണ് പറയണത്. അതേപോലത്തെ ഒരു അവസ്ഥയെ കൂടെ പിന്നെ നമ്മൾ കടന്നു പോകും. പിന്നെ കണ്ണ് തുറന്നു നോക്കിയാൽ നമുക്ക് ചുറ്റും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വേക്കൻസികളോ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റികളോ നമുക്ക് ചുറ്റും ഉണ്ടാവും. പിന്നെ അതൊക്കെ ചെയ്യാനും ഇതേപോലെ തന്നെ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു മനസ്സും വേണം. പിന്നെ ഞാൻ ഇല്ലീഗലായിട്ട് നിന്ന സമയത്ത് തന്നെയാണ് എനിക്കൊരു റെസ്റ്റോറൻറ്റിൽ ജോലി കിട്ടിയത്. അതായത് ആ റെസ്റ്റോറൻറ്റ് ജോലി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് സെക്ഷനിലേക്കാണ് എനിക്ക് ജോലി കിട്ടിയത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ ഒരു അനുഭവം എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ജോലി തരില്ല. അതായത് നിങ്ങളുടെ ഒരു എന്താ പറയുക അപ്രോച്ചിങ് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് എവിടെ ജോലി കിട്ടും എന്നുള്ളത്. നിങ്ങൾ ഏതൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും. ഞാനിവിടെ ഞാൻ കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു ഇതേപോലെ തന്നെ ഡിഷ് വാഷിങ് അതുപോലെ ക്ലീനിങ് സെക്ഷനിൽ എങ്ങനെ ജോലി ചെയ്യുക എന്നുള്ളത്. ഈ സ്പെയിനിൽ വന്നിട്ട് ഞാൻ ചെയ്യാത്ത ജോലികൾ റയറാണ്. ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ നമുക്ക് വിഷമം ഉണ്ടാകും. കാരണം ഞാൻ ഇത്ര പഠിച്ചതല്ലേ, അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഞാൻ എന്തൊക്കെ ആവേണ്ടതായിരുന്നു എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സംഭവം, ആ ഒരു കൊമ്പ് മാറി കിട്ടാനായിട്ട് ഈ രാജ്യം ഏറ്റവും സൂപ്പറാണ്. ഈ രാജ്യം എന്നല്ല, നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തിന്റെ ഇതനുസരിച്ചിട്ട് നമ്മൾ ജോലി ചെയ്യണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഷ് വാഷിംഗ് ജോലിക്ക് കയറുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ കൂടെയുള്ള ആളുകൾ ഇതുപോലെ തന്നെ സ്പാനിഷുകാരുടെ കൂടെ ഞാനൊരു ഡിഷ് വാഷിംഗ് പൊസിഷനിൽ, അയ്യോ ഇവരൊക്കെ എത്ര നല്ല ജോലി ചെയ്യുന്നു, ഞാൻ എന്താ ഇങ്ങനത്തെ ഒരു ജോലി എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ, നമ്മൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പോലും നമ്മൾ ഡിഷ് വാഷിംഗ് ജോലി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വരുന്ന സമയത്ത് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും. അതായത് ഇവിടെ വലിയ ജോലി ചെറിയ ജോലി എന്നൊന്നുമില്ല. ഇവിടെ ഇപ്പം മാനേജർ ആയാൽ പോലും നമ്മുടെ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ടെങ്കിൽ പോലും നമ്മൾ ആ മാനേജർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മുതലാളി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് നാട്ടിൽ നടക്കുമെന്ന് അറിയാൻ പാടില്ല, പക്ഷെ ഇവിടെ അത് നടക്കും. അതായത് ജോലികൾക്ക് എന്ത് ജോലി ചെയ്താലും അത് അഭിമാനത്തോടു കൂടി ചെയ്യാം, അല്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല എന്നത് ഞാൻ സ്പാനിഷുകാരെ കണ്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവർക്കത് ചെയ്യുമ്പോ പിന്നെ നമുക്ക് ചെയ്യണതിന് ഇപ്പൊ എന്താ കുഴപ്പം? അതായത്
നമുക്ക് ആ ഒരു കൊമ്പ് തന്നെ എങ്ങനെയാ, ഞാനൊരു മുതലാളിയാണെന്ന് പറഞ്ഞിട്ട് അവർ ആ സീറ്റിൽ തന്നെ ഇരിക്കുമ്പോഴാണ് ആ ഒരു കൊമ്പ് വരുന്നത്. അതെ, പക്ഷെ അവരത് നമ്മുടെ കൂടെ തന്നെ ഞാൻ തന്നെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ വേറെയും ജോലിക്കാരുണ്ട്, അവരൊന്നും പുള്ളി വിടാണ്ട് പുള്ളി അവിടെ പാത്രം കഴുകുന്ന സെക്ഷനിലേക്ക് ആളെ ആവശ്യം, അവിടെ ഒരാൾ പോയി വന്ന ഒരാൾ നിർത്തിപ്പോയി കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് പുള്ളിയാണ് വന്നത്. പുള്ളി പാട്ടും പാടി നല്ല സന്തോഷത്തോടെ പുള്ളി പാട്ടും പാടി അവിടെ നിന്ന് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കുമോ പാത്രം കഴുകണമാണല്ലോ എന്നൊരു പ്രാഗി നേർന്നൊക്കെ ആയിരിക്കും നമ്മളെ പണിയാണ്. പുള്ളി അവിടെ സന്തോഷിച്ചു പാട്ടും പാടി പുള്ളി അവിടെ നിന്ന് പുള്ളി പടപടയെന്ന് പണിയും തീർത്ത്, ഒരു മടിയുമില്ല, ഒന്നുമില്ല. ഇവിടെ എല്ലാവർക്കും ആയാലും ഞാനിപ്പോൾ മുതലാളിയാണ്, 3 റെസ്റ്റോറൻ്റ് ഉണ്ട് എനിക്ക്, പുള്ളിക്ക് 3 റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. എന്നിട്ടും പുള്ളി ഇവിടെ പാട്ടും പാടി പാത്രം കഴുകാനായാലും അടിച്ചു വാരാനായാലും കക്കൂസ് കഴുകാനായാലും എല്ലാത്തിനും പുള്ളി തന്നെ നിൽക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് അതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം പുള്ളി 1 തുടങ്ങി 3 തോന്നുന്നു. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ജോലി, പാത്രം കഴുകുന്നു, കക്കൂസ് കഴുകുന്നതൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അതെല്ലാത്തിനും ഒരേ വാല്യൂ ആണ്. ഏകദേശം സാലറി വൈസ് നോക്കുവാണെങ്കിൽ ഹോട്ടൽസിൽ കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാകും, പിന്നെ അതുപോലെ റെസ്റ്റോറൻറ്റ്സിൽ കുറച്ചുകൂടി കുറവായിരിക്കും. പക്ഷെ എന്നാലും 2-3 യൂറോന്റെ വ്യത്യാസമൊക്കെ തന്നെ കാണുന്നുള്ളൂ. അല്ലാതെ പിന്നെ പൊസിഷൻസ് അനുസരിച്ച് നമുക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരേ സാലറിയാ. അതെ, അതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരേ സാലറിയാണ്. പിന്നെ മെയിൻ ഷെഫുകൾക്ക് മാത്രം ഇച്ചിരി ശമ്പളം കൂടുതൽ കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിനുള്ള പേയ്മെന്റ് എക്സ്ട്രാ അവർ കൊടുക്കുന്നുണ്ട്. മണിക്കൂറിനുള്ള എല്ലാ ശമ്പളവും ഈ പറഞ്ഞ പോലെ കറക്റ്റാണ്. എല്ലാവർക്കും ഒരേ സാലറി സ്കെയിലാണ് അവിടെ ഉള്ളവർക്ക്. പാത്രം കഴുകുന്ന ആളാണെങ്കിലും അവിടുത്തെ വെയിറ്റർ ആണെങ്കിലും അവിടുത്തെ മുതലാളി ആണെങ്കിലും എല്ലാവർക്കും കൊടുക്കുന്നത് ഒരു സാലറി തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഏത് ജോലി ചെയ്യുന്നതിലും ഒരു കാര്യമില്ല, വ്യത്യാസം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് സാലറി. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ജോലി ചെയ്താൽ എല്ലാം ഈക്വലാണ്. അപ്പോൾ സ്പെയിനിൽ ഇല്ലീഗലായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകാവുന്നതായിട്ടുള്ള സ്ട്രഗിൾസും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇല്ലീഗലായിട്ട് വന്നിട്ട് ഇവിടെ നേരിടേണ്ട കുറേ ബുദ്ധിമുട്ടുകൾ എല്ലാത്തിനെക്കുറിച്ചും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അതിനുള്ളൊരു ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണമാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല്ലീഗലായിട്ട് ഇവിടെ നിൽക്കാനായിട്ട് സ്പെയിനിലേക്ക് എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാം. നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ ശേഷം 2 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് നമുക്ക് പോകാവുന്നതാണ്, യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് ലീഗലായിട്ട് തന്നെ വരണം, ഇവിടെ പണിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാതിരിക്കുക. അപ്പോൾ എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചെറിയൊരു ജീവിതം നിങ്ങൾക്കൊരു പാഠമാകട്ടെ അല്ലേ? നിങ്ങൾക്കൊരു പിന്നെ ഇവിടെ 2 കൊല്ലം കഴിയുമ്പോഴേക്കും തന്നെ പേപ്പർ ആക്കണം നിർബന്ധമൊന്നുമില്ല. അത് 5-10 കൊല്ലം കഴിഞ്ഞിട്ടായാലും പേപ്പർ ആക്കിയാൽ മതി. പക്ഷെ നമുക്ക് ആ പേപ്പർ വെക്കാൻ നേരത്തെ 2 കൊല്ലത്തെ ഇവിടെ താമസിച്ചു എന്നുള്ള രേഖകൾ വേണം. രേഖകൾ എന്ന് പറയാനായിട്ട് ഇപ്പോൾ സ്പെയിനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫോൺ നമ്പർ എടുത്തു. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ എടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് നമ്മുടെ പാസ്പോർട്ട് വെച്ച് നമുക്കൊരു ഫോൺ നമ്പർ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ എൻപാദ്രമെന്തോ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ എൻപാദ്രമെന്തോ രജിസ്റ്റർ ചെയ്യണ സമയത്ത് ഇവിടെ ലീഗലായിട്ട് നിന്നു എന്നുള്ളതിൻ്റെ ഇവിടെ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണ് എൻപാദ്രമെന്തോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രേഖ കാണിക്കാനായിട്ട് സാധിക്കും. 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാലറി നമുക്ക് അയക്കാനായിട്ട് പറ്റും. റിയ വഴി നമുക്ക് പാസ്പോർട്ട് വെച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് അയക്കാനായിട്ട് പറ്റും. അതായത് ഇല്ലീഗലായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ലൈബ്രറിയിൽ അക്കൗണ്ട് ചേരുകയാണെങ്കിൽ അതും നിങ്ങൾക്കൊരു തെളിവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വക്കീലിന് നമ്മൾ ഏൽപ്പിക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ 2 വർഷം പൂർത്തീകരിച്ച് നിന്ന ശേഷം വക്കീലിനെ ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മളുടെ ഇത്രയും രേഖകളെ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ കുറച്ച് രേഖകൾ അത്യാവശ്യമാണ്. നമുക്ക് നാട്ടിൽ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതായത് PCC കാര്യങ്ങളൊക്കെ ഇവിടേക്ക് അയക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കുറച്ച് രേഖകളും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഇത്രയും രേഖകൾ ഉണ്ട് എങ്കിൽ നമ്മൾ വക്കീലിന് ഒരു ഫീസ് ഒരു 200 യൂറോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രേഖകളും കളക്ട് ചെയ്തിട്ട് വക്കീൽ നമുക്ക് ഇവിടെ ഇമിഗ്രേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കൊരു സിത്ത് എടുത്ത് തരും. അങ്ങനെ സിത്ത് എടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് അവർ സിത്ത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം നമുക്ക് ഒരു നിശ്ചിത ഡേറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർഡ് കിട്ടും. പിന്നെ ഏറ്റവും കൂടുതൽ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 വർഷമാണോ 3 വർഷമാണോ എത്ര വർഷം നിന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ പേപ്പർ വെക്കണ സമയത്ത് നിങ്ങൾക്ക് നിലവിൽ ജോലി ഉണ്ടായിരിക്കണം. 6 മാസം മുമ്പെങ്കിലും ജോലി ഉണ്ടായിരിക്കണം. ആ ജോലിയുടെ കോൺട്രാക്റ്റും കാര്യങ്ങളും എല്ലാം ഏൽപ്പിക്കണം. അങ്ങനെ ഏൽപ്പിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടെയുള്ള രേഖ കിട്ടുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമന്റിൽ അയക്കുക. അടുത്ത വീഡിയോയിൽ ആ സംശയങ്ങൾ ഞങ്ങൾ പരിഹരിക്കുന്നതായിരിക്കും. അതെ, മാക്സിമം നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്നവരും ദുരിതം അനുഭവിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് കയറി പോരെ. നല്ല സ്ഥലമാണ്, അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്, സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നാട്ടുകാരെ കൊണ്ട് വലിയ ഉപദ്രവങ്ങളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ നല്ല സന്തോഷ പരിപാടികളൊക്കെ ഉണ്ട്, എല്ലാ പരിപാടികളുണ്ട്, സഹായങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് വരുന്നവരെ മനുഷ്യരായിട്ട് തന്നെ കാണുന്ന മറ്റൊരു നാടാണത്. അപ്പം അങ്ങനെ പല നാടുകളുണ്ട്. അതിൽ പക്ഷേ കുറച്ചും കൂടി, അതായത് ആൾക്കാർക്ക് ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി മാന്യമായി നല്ല രീതിയിൽ ജീവിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു നാടാണ് സ്പെയിൻ. അതെ, ഇപ്പൊ ഇല്ലീഗൽസിന് നിൽക്കാനായിട്ട് കഴിയുന്ന നാടുകളിൽ ഒന്ന് പോർച്ചുഗൽ, ഒന്ന് സ്പെയിന്, ഒന്ന് ഇറ്റലി. പക്ഷേ ഇറ്റലിയിലെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് 10 വർഷം അല്ലെങ്കിൽ 12 വർഷം 8 വർഷമൊക്കെ കൂടിയിട്ടാണ് അവർക്ക് ലീഗൽ ആവാനായിട്ട് സാധിക്കുക, പേപ്പർ കിട്ടുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലും നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ 2 വർഷം സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ട് എവിടെയെങ്കിലും ഒരു ജോലി നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇല്ലീഗലായിട്ട് വരുന്ന ആളുകൾക്ക് ജോലി കിട്ടാനായിട്ട് ഞാൻ മുന്നമേ തന്നെ പറഞ്ഞ പോലെ സ്ട്രഗിൾ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇത്രയും സ്ട്രഗിൾ അനുഭവിച്ച് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുകയാണെങ്കിൽ, നിങ്ങളുടെ പേപ്പർ വെക്കുന്നതിന് 6 മാസം മുമ്പ് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുകയാണെങ്കിൽ സ്പാനിഷ് ഗവൺമെൻറ് തരുന്നത് അവരുടെ വർക്ക് പെർമിറ്റാണ്. ഈ വർക്ക് പെർമിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഭാഷ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ പ്രൊഫഷൻ അത് തുടരണമെങ്കിൽ തുടരാം, അല്ലെങ്കിൽ ഇവിടെ എന്ത് പഠിക്കണമെങ്കിൽ പഠിക്കാം, ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്യാം. നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ സംസാരിച്ച് മറ്റെവിടെയും ജോലി നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ഇവിടെ ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ പോലെ ഹോട്ടലിൽ തന്നെ ജോലി ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. വ്യത്യസ്തമായിട്ട് എല്ലാ മേഖലകളിലേക്കും വേക്കൻസികൾ ആളെ ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ വരുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് പരിഹരിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരേക്കും ടിൽ ദാൻ ടേക്ക് കെയർ, ബൈ.